ഒരു ബുക്ക് മാർക്ക് എങ്ങനെ ക്രോഷ്യ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കും. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. കോട്ടൺ യാണും 3mm ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് 8 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. തൊട്ടടുത്തുള്ള 3 ചെയിൻ സ്റ്റിച്ചിനകത്ത് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. ഇതുവരെ നമ്മൾ ഓരോ ചെയിനിനകത്തും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു. ഇനി 4ാമത്തെ ചെയിനകത്ത് 3 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ചെറിയൊരു ബെൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെയിം സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇനി തൊട്ടടുത്തുള്ള 3 ചെയിൻ സ്റ്റിച്ചിനകത്ത് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് വർക്ക് ടേൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സെക്കൻഡ് റൗണ്ട് മുതൽ ബാക്ക് ലൂപ്പിലാണ് സ്റ്റിച്ചസ് ചെയ്യുക. ഓരോ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോഴും ചെയിൻ സ്റ്റിച്ച് ഇട്ട് വർക്ക് ടേൺ ചെയ്ത് വേണം അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ 9 റോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടസൽസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിതുപോലെ കയ്യിൽ ചുറ്റിയെടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം. ഇനി ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് 10 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സൂചിയിൽ കോർത്തെടുത്ത് കെട്ടിട്ട് കൊടുക്കാം. ബാക്കി വരുന്ന യാണൊക്കെ ഹുക്ക് വെച്ച് തന്നെ ഇതുപോലെ ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്ക് മാർക്ക് റെഡി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.